എന്ത് ബന്ധമാണ് ഈ ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ഇപ്പൊ അഖിൽമാരാരുടെ കാര്യം എടുത്താല് നമുക്കൊക്കെ എനിക്ക് തന്നെ ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അഖിൽമാരാവിടെ ജയിക്കില്ല എന്നുള്ള കാര്യം ഏകദേശം 99.9% ആൾക്കാർക്കും അറിയാലോ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പക്ഷെ സ്റ്റിൽ അഖിൽമാരാർ പറയുന്നത് ഞാൻ ജയിച്ചിരിക്കും. അഖിൽമാരാറിനെ ഇവിടെ ഉള്ളതുകൊണ്ട് പറഞ്ഞാണ്. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനത്തെ അനാവശ്യ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്? എന്തൊരു ചൊറിച്ചില്. വാഗ്ദാനങ്ങൾ നൽകി പറഞ്ഞു പറ്റിച്ച ജനപ്രതിനിധികളെ നിങ്ങൾ തിരിച്ചറിയണം, വഴിയിട്ട് തരണം. രണ്ട്, എന്തിനാണ് ഓരോ തെരഞ്ഞെടുപ്പിലും പ്രചരണത്തിനായി ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി, പോസ്റ്ററുകളും ഫ്ലെക്സുകളും? ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ജനനേതാവിന്റെ നേട്ടങ്ങൾ അറിയാൻ എന്തിനാണ് ഈ പ്രചരണം? എന്റെ വാചകമാണ്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായി നമ്മൾ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാനും നമ്മുടെ കാര്യങ്ങൾ ആ ജനത്തിനോട് പറയാനും നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് നോർമൽ മാർക്കറ്റിംഗ്. സർക്കാർ കോടിക്കണക്കിന് ഇത് ഒരുത്തന്റെ കയ്യിൽ നിന്നും പിരിച്ചിട്ടല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? അല്ല, എങ്ങനെയാണ് നഷ്ടമുണ്ടോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ നഷ്ടമുണ്ടോ? സ്ഥാനാർത്ഥികൾക്ക് നഷ്ടമുണ്ടോ? ആർക്ക് നഷ്ടമുണ്ടോന്ന് ചോദ്യം. ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഒരു വ്യക്തി ഒരു തെരഞ്ഞെടുപ്പിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച നഷ്ടമില്ല. സർക്കാർ പിണറായി വിജയൻ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഈ കാണിക്കുന്ന തെമ്മാടിത്തരം നഷ്ടമാണോ അല്ലയോ? അത് നഷ്ടമായിരിക്കും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. മോഹൻലാലിന് എത്ര രൂപ കൊടുത്തു എന്നുള്ളതിന്റെ വിവരാവകാശം അന്വേഷിച്ച് ചോദിക്കുക. 11,49,000 ചില്ലാനം രൂപയാണ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെലവായ പൈസ. 8 കോടി രൂപയിലധികമാണ് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞത് ചെലവാക്കിയ പൈസ. ഈ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഉമാ തോമസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ എല്ലാ ആഴ്ചയിലും സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകൾ കാണിക്കണം. പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ എല്ലാ ആഴ്ചയിലും കാണിക്കണം. ഇന്നലെയാണ് നമ്മുടെയൊക്കെ കണക്ക് കാണിക്കാൻ പോയത്. ഏറ്റവും കുറച്ച് പൈസ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കും. പേര് അഭിമാനമാണ്. എന്റെ 4 ഇരട്ടി തുക. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. 20 ഇരട്ടി തുക ചെലവഴിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഉമാ തോമസ് എന്നാണ്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ? ഇന്ന് രാവിലെ വേണമെങ്കിൽ അതിന്റെ പൊന്നു സുഹൃത്ത് അനിയാന്തി എന്റെ ഫോണിലേക്ക് വരും. രാവിലെ 2020 സംസ്ഥാന കോർഡിനേറ്റർ ലീന എന്ന് പറയുന്ന മാഡത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ വാചകം, മാഡം ഇപ്പൊ നമ്മുടെ കൊച്ചി കോർപ്പറേഷനിൽ നമ്മൾ വെച്ച ഫ്ലെക്സുകൾ പലതും കോർപ്പറേഷൻ എടുത്ത് കളഞ്ഞു. കാര്യം ഞാൻ ജയിക്കുമെന്നുള്ള ഭയം. അല്ലെങ്കിൽ കോർപ്പറേഷൻ നമ്മുടെ ഫ്ലെക്സ് എടുത്ത് കളയേണ്ട കാര്യമില്ല, അവിടെ നിന്നേനെ. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്ലെക്സ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ വണ്ടിയിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, കൊച്ചി കോർപ്പറേഷൻ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഫ്ലെക്സ് എടുത്ത് കളഞ്ഞു. ഇതേ സ്ഥലത്ത് അടിച്ച ഉമാ തോമസിന്റെ ഫ്ലെക്സ് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അവരോട് അങ്ങോട്ട് പറഞ്ഞു, അടുത്ത തവണ നമ്മൾ മത്സരിക്കുമ്പോ ഒരൊറ്റ ഫ്ലെക്സോ ഒരൊറ്റ പോസ്റ്റോ ഈ മണ്ഡലത്തിൽ ഞാൻ അടിക്കത്തില്ല. കാരണം ഈ കൊച്ചി നഗരത്തിൽ കൂടെ പോകുന്ന, തൃക്കാക്കരയിൽ കൂടെ പോകുന്ന ഏതൊരുത്തരും പറയണം അഖിൽമാരാർ എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാമെന്ന്. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.